ഹായ് ഓൾ. നമ്മൾ നോക്കാൻ പോകുന്നത് വീക്കിലി റിവിഷൻ എക്സാം, അതായത് ഹോട്ട് ടോപ്പിക്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും എങ്ങനെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോ? ഏതായാലും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, എക്സാം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രകാശം ഒരു അനുപ്രസ്ഥ, നമുക്ക് ഏതൊക്കെയായിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്? പ്രകാശം, പോർച്ചുഗീസുകാര്, ഹിമാലയൻ നദികൾ, ഈ 3 ടോപ്പിക്കായിരുന്നു പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാല് അഗസ്റ്റിൻ ഫ്രണലാണ് അല്ലെ. അഗസ്റ്റിൻ ഫ്രണൽ. ഓക്കെ, ഇനി ശരിയായ പ്രസ്താവന വിലയിരുത്തുക. സൂര്യന്റെ വിപരീത ദിശയിലാണ് മഴവില്ല് ഉണ്ടാകുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ. മഴവില്ലിൽ ഏറ്റവും മുകളിലുള്ള നിറമാണ് വയലറ്റ്. അതെന്താണ്? അവിടെ തെറ്റാണ്. കാരണം എന്താണ്? റെഡ് ആണ് അല്ലെ. പിന്നെ മഴവില്ലിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് അപവർത്തനം, പ്രകീർണനം, ആന്തരിക പ്രതിപതനം. ഈ 3ഉം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏതാണ്? അതേതാണ്? അത് ചുമപ്പാണ് അല്ലെ. ചുവപ്പാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും 2 എണ്ണം വീതം കൂടി ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ്? അത് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. ഇനി മഞ്ഞ, സയൻ, നീല എന്നിവ ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്? മഞ്ഞ, മജന്ത, സയാൻ എന്നിവയാണ്. അപ്പൊ ഈ നീല അവിടെ എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രസ്താവന എന്താണ്? അവിടെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രിസത്തിനകത്തുകൂടി മഞ്ഞ പ്രകാശത്തെ കടത്തിവിട്ടാൽ പ്രിസത്തിന് ചുവടെ കാണപ്പെടുന്ന നിറം എന്ത്? അതെന്താണ്? അത് പച്ചയാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവന പരിശോധിച്ച് അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ ഡി, അതായത് 1, 2, 3, 4 ശരിയാണ്. അതായത് ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് പുതിയ വിദ്യാലയങ്ങളും നാണയങ്ങളും ഏർപ്പെടുത്തി, സതി നിരോധിച്ചു, മിശ്ര കോളനി വ്യവസ്ഥ അവതരിപ്പിച്ചു. ഇത് 4ഉം എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി അടുത്ത നോക്കാം. ആരാണ് നീലജല നയം ആവിഷ്കരിച്ചത്? ആരാണ്? ആദ്യത്തെ വൈസ്രോയി ആയിട്ടുള്ള, പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടുള്ള ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജല നയം ആവിഷ്കരിച്ചത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്? അതാരാണ്? അത് അൽബുക്കർക്കാണ് അല്ലെ. 2ാം വൈസ്രോയി ആയിട്ടുള്ള അൽബുക്കർക്കാണ്. 9ാമത്തെ ക്വസ്റ്റ്യന്. ആരാണ് സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത്? അത് പട്ടുമരക്കാരാണ്. ആരാണ് സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് എന്ന് ചോദിച്ചാൽ അതാരാണ്? പട്ടുമരക്കാരാണ്. കിട്ടിയോ? പിന്നെ കൂനൻ കുരിശ് കലാപം നടന്ന വർഷം. കൂനൻ കുരിശ് കലാപം നടന്നത് എന്നാണ്? 1653 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഉദയം പേരൂർ സുനഹദോസാണ് 1599 അല്ലെ. ഓക്കെ, പിന്നെ സിന്ധുവിന്റെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? അതില് നമുക്കറിയാം എന്താണ്? ഇവയൊന്നും അല്ല അല്ലെ. എന്താണ്? അതായത് എന്താണ് ഉൾപ്പെടാത്തത്? ഇതൊന്നും അല്ല. അതൊക്കെ എന്താണ് അപ്പോ? ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ചിനാബ്, രവി, കാബൂള്, ടോച്ചി, കുറാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ എന്താ പറയാ,
നദികളും അവയുടെ പുരാതന പേരുകൾ, അല്ലാതെ ഇപ്പം എന്താ പറയുക, അതിന് പുരാതന എന്നല്ലേ പറയാ? അത് തന്നെയായിരിക്കും. അപ്പം എന്താണ് അത്, പിന്നെ ഏതായാലും പഴയ പേരാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ബിയാസിന്റെ പഴയ പേരാണ് എന്തെന്ന് പറയുന്നത്? ആ പിന്നെ വിപാസ, ബിയാസ് വിപാസ. ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ? ബിയാസ് വിപാസ. പിന്നെ സത്ലജ് ശതാദ്രു, സത്ലജ് സത്ലജ് ശതാദ്രു, അവിടെയും എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. അവിടെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാല്, പിന്നെ സത്ലജ്, സത്യം, ശതാദ്രു ഒരു ശത്രു, അങ്ങനെ ഒരു സത്യം ശത്രു, ഒരു ശരിക്കുള്ള കണക്ഷൻ ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് ഓർക്കാൻ പറ്റിയ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പല കണക്ഷനും കോഡൊക്കെ അറിയുന്നവരുണ്ടാവും. ഞാനിങ്ങനെയൊക്കെ, എനിക്ക് അധികം കോഡൊന്നും ഞാൻ ഓർത്ത് വെക്കാറില്ല. ഞാൻ അങ്ങനെ പഠിച്ചു പോകാറാണ് ചെയ്യാറുള്ളത്. കോഡ് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചിലതൊന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കോഡും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, പുതിയ പുതിയ കോഡുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതൊരു കമ്പൈൻ സ്റ്റഡി രൂപത്തിലാണ് ക്ലാസ് പോകുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ. ഇനി ചിനാബ് ഏതാണ്? ചിനാബിന്റെ പഴയ പേരെന്ന് പറയുന്നത് ഏതാണ്? അസ്കിനി ആണ് അല്ലേ? ചിനാബ്, അസ്കിനി. രവി ഏതാണ്? രവി പരുഷ്ണി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഏതായിരിക്കും ഇവിടെ? സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സത്ലജിന്റെ പതനസ്ഥാനം ഏതാണ്? ചിനാബാണ് അല്ലെ? ചിനാബാണ്. സിന്ധു നദി പർവ്വതമേഖല പിന്നിട്ട് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം. സിന്ധു നദി പർവ്വതമേഖല പിന്നിട്ട് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് അറ്റോക്കാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. കറക്റ്റ് ആണ് അല്ലെ? പിന്നെന്താണ്? ചിനാബിലുള്ള പ്രധാന ഡാമാണ് ബഗ്ലിഹാർ, സലാല്, തേനി. അതെന്താണ് അവിടെ? തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ അതെന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി സിന്ധു നദീജല കരാർ നടന്ന വർഷം 1969 സെപ്റ്റംബർ 19-നാണ്. അത് കിട്ടിയിട്ടുണ്ടാവും. ടിബറ്റിലെ മാനസരോവരിനടുത്ത് രാക്കാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? സത്ലജ് ആണ് കേട്ടോ. ടിബറ്റിലെ മാനസരോവരിനടുത്ത് രാക്കാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് ഏതാണ്? സത്ലജ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലഡാക്ക് മേഖലയിൽ വെച്ച് സിന്ധുവിനൊപ്പം ചേരുന്ന പ്രധാന പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. ലഡാക്ക് മേഖലയിൽ വെച്ച് സിന്ധുവിനൊപ്പം ചേരുന്ന പ്രധാന പോഷക നദികൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കാബൂൾ ആണ് കേട്ടോ. കാബൂള്. പാകിസ്ഥാനിൽ സിന്ധുവിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ ഏത് ഡാമാണ്? ടെർബേല ഡാമാണ് അല്ലെ? ഇനി ടിബറ്റിൽ ലങ്ചൻ കമ്പാബോ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സത്ലജ് ആണ്. സത്ലജ് ആണ് ടിബറ്റിൽ ലങ്ചൻ കമ്പാബ എന്നറിയപ്പെടുന്ന നദി. ഏതാണ്? സത്ലജ്. ലങ്ചൻ കമ്പാബ, സത്ലജ്. കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് പ്രകാശ പ്രതിഭാസത്തെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഒപ്റ്റിക്കൽ ഫൈബറിന്റെ തത്വം. ഏതായിരിക്കും? പൂർണ്ണ ആന്തരിക പ്രതിപതനം. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇനി പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതായിരുന്നു? സ്നെൽ നിയമമാണ് അല്ലെ? ഇനി സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത ലംബത്തിലേക്ക് എന്താ ചെയ്യുക? അവിടെ അടുക്കുകയാണ് ചെയ്യുന്നത്. ലംബത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്
പ്രസ്താവനകൾ പരിശോധിച്ച് ഉത്തരം എഴുതുക. വിസരണ നിരക്കും കണങ്ങളുടെ വലിപ്പവും ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? കാരണം എന്താ? കണങ്ങളുടെ വലിപ്പം കൂടുന്തോറും വിസരണവും കൂടുന്നു. കിട്ടിയല്ലോ? ഇനി രാമൻ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? വിസരണം അല്ലേ? അറിയാവുന്നതായിരിക്കും. ഇനി സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധി ആരാണ് എന്നുള്ളതാണ്. ആരായിരുന്നു? അത് ഐറസ് കൊറിയയാണ് ല്ലേ? സാമൂതിരിയുമായി ധാരണയിൽ എത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് ഐറസ് കൊറിയയാണ് ട്ടോ. ഐറസ് കൊറിയ. CMS പ്രസ് നിലവിൽ വന്ന വർഷം എന്നാണ് എന്നുള്ളതാണ്. എന്നാണ് 1821. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശികൾ? അത് ഡച്ചുകാരാണ്. ഓക്കെ ആണല്ലോ. ഇനി ആരാണ് ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത്? കുഞ്ഞാലിമരക്കാർ നാലാമനാണ്. വാസ്കോഡഗാമ കേരളത്തിൽ എത്തിയ വർഷങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1500 ല്ലേ? ബാക്കിയെല്ലാം ആദ്യം വന്നത് 1498, പിന്നെ 1502, 1524 വന്നു. 1524 എന്തെന്ന് പറയുന്നത്? അദ്ദേഹം മരണപ്പെടുന്നതും ഒക്കെ ല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് എക്സാം ഒക്കെ എഴുതിയപ്പോൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയോ, അതോ എത്ര എണ്ണം തെറ്റി എന്നുള്ളതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ശരി. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ് റിവിഷൻ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എക്സാം ഇതോടെ തീർന്നു. ഇനി നമുക്ക് ഉള്ളത് SCERT ആണ്. അതിൻ്റെ എക്സാം വൈകുന്നേരം ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക, SCERT പഠിക്കുക. ഇതുവരെ ഈ ഒരു വീക്കിൽ എടുത്ത കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതിലല്ല, PDF മോഡലല്ല എക്സാം, ലിങ്ക് ഷെയർ ചെയ്യുമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിത് പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ എന്താ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ അവർ നാളെ ആയിരിക്കും ഇടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പോൾ ശരി, താങ്ക് യു.